കേരളീയ മോമിനിയങ്ങളോട് അതെന്തിനാ വിശദീകരിക്കുന്നത്? കൂടുതൽ ഷറഹ് എന്തിനാ ബയാൻ ചെയ്യണത്? താജുൽ ഉലമ എന്ന് പറയലോടുകൂടി കിട്ടിയില്ലേ മുഴുവൻ പോയിന്റും? ആരെങ്കിലുമൊക്കെ പേടിച്ചോ? സുൽത്താനുൽ ഉലമ ഉസ്താദ് ആരാണ്? സുൽത്താനുൽ ഉലമ ഉസ്താദ് എന്ന് ചോദിച്ചാൽ ഒരു സാഹചര്യവും എന്ന് പറഞ്ഞാൽ സാഹചര്യം മുഴുവൻ പ്രതികൂലമായിട്ടും വിചാരിച്ച മുഴുവൻ വിപ്ലവവും സാധ്യമാണെന്ന് തെളിയിച്ച ആളാ സുൽത്താനുൽ ഉലമ ഉസ്താദ്. രാഷ്ട്രീയ അധികാരമില്ല, പണത്തിന്റെ കൊഴുപ്പില്ല, അല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങളില്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ സർവ്വതും സാധ്യമാണ് എന്ന് തെളിയിച്ച ആളാണ് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ലാസ്റ്റ് ഉപദേശം, മോനെ അബൂദർറെ, മോനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ അധികരിപ്പിക്കണം. അത് അർശിന്റെ ചുവട്ടിൽ ഒരു നിധിയാണ്. ഈ വയല് കഴിഞ്ഞു പോകുമ്പോൾ കമന്റ് നല്ല വയലട്ടോ പര. ഞാൻ ആദ്യമായിട്ടും മുമ്പ് നേരിട്ട് കേൾക്കുന്ന കേട്ടോ, യൂട്യൂബിൽ നിന്ന് കുറേ കേട്ടിന് കേട്ടോ, നല്ല പ്രസംഗം. മുമ്പ് അടുത്ത കൊല്ലം കൊണ്ടുവന്നാലോ ഈ കമന്റ് കൊണ്ട് ഒരു കാര്യം എനിക്കും ഉപകാരമില്ല നിങ്ങൾക്കും ഇല്ല. പിന്നെ എന്താണെന്നറിയാം, കുറേ സമയം ഒരു വയല് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ആ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞില്ലേ, ഒരു 10 എണ്ണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ചൊല്ലണ്ടല്ലേ. ഇങ്ങനെ കുറേ വയല് കേട്ടിട്ട് നല്ല അഭിപ്രായം കുറേ അടിച്ചിട്ട് എന്താ കാര്യം? അതിനെ കൊണ്ട് എന്താ ബെനിഫിറ്റ്? എല്ലാ ദിവസവും രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ ഈ ദിക്റിന്റെ മഹത്വം അല്ലേ? അപ്പോൾ ഒരു 10 തവണയെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലിയാലോ അതൊരു ബർക്കത്തല്ലേ? അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്, എപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. രാവിലത്തെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിധി വാരിക്കൂട്ടാൻ പറ്റുന്ന സമയമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. ആ സമയം മോനെ നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അൽ അദ്കാർ മിൻ കലാമി സയ്യിദുൽ അബ്റാർ എന്ന നവവി ഇമാമിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയാ, ഇനി നിനക്ക് കുറേ ദിക്റൊന്നും ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ദിക്റെങ്കിലും രാവിലെ നീ ചൊല്ലണം. ഒറ്റൊന്ന് പ്ലീസ്, നവവി ഇമാമിന്റെ ഉപദേശമാണ്. ഒന്നെങ്കിലും ഒരു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, ഒരു ബിസ്മില്ലാഹിൽ ലദീ ലാ യദുർ, ഒന്നെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ, ഒന്നെങ്കിലും. അത്രയും ബർക്കത്തുള്ള സമയമാണ് രാവിലെ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ ഉമ്മത്തിന് രാവിലെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലയുടെ റുഊസുൽ മസാഇൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുകൊണ്ട് രാവിലെ നിക്കാഹ് വൈകുന്നേരമല്ല, രാവിലെ സുന്നത്ത്. രാവിലെ തുടങ്ങുക, എല്ലാം രാവിലെ ചെയ്യുക. അതിൽ ഭയങ്കര ബർക്കത്തായിരിക്കും. രാവിലെ പഠിക്കാനിരുന്ന് നോക്ക്, ഭയങ്കര ബർക്കത്തായിരിക്കും. രാവിലെ തുടങ്ങുന്ന ഷോപ്പ് വലിയ ബർക്കത്താണ്. രാവിലെ ചെയ്യുന്ന കൃഷി, അടുക്കളപ്പണി, ഇതിലൊക്കെ ബർക്കത്തുണ്ടാവും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങരുത്. ഷാറാനി ഇമാമിന് ഭയങ്കര നടുവേദന വന്നപ്പോൾ ഉസ്താദിനോട് പരാതിപ്പെട്ടപ്പോൾ ചോദിച്ചല്ലോ, ഉസ്താദ് രാവിലെ ഉറങ്ങാറുണ്ടോ? ആ, വെള്ളിയാഴ്ച രാവ് കൂടുതൽ സ്വലാത്തൊക്കെ ചൊല്ലി സുബഹി വരെ ഇബാദത്തൊക്കെ ചെയ്ത് എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ പകൽ ഉറങ്ങാറുണ്ട് എന്നാണോ? അത് ഒഴിവാക്കി നോക്ക്, ശരിയാവുന്നാ പറഞ്ഞത്. ഒഴിവാക്കി, ശരിയായി. രാവിലെ ഉറങ്ങരുത്. പ്രവാസികളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതും കൂടിയാണ്. അത് രാവിലെ ഉറങ്ങും, കുറേ ഉറങ്ങും. അങ്ങനെ ഉറങ്ങരുത്. രാവിലെ ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ ഇൻസ്റ്റഗ്രാമിൽ കളിക്കണം എന്നല്ല. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, രാവിലെ ഒരു അനാവശ്യ കാര്യത്തിൽ ഏർപ്പെടരുത്. അത് നിധി വാരിക്കൂട്ടാനുള്ള സമയമാണ്. രാവിലെ ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ദിക്റുകളിലും സ്വലാത്തിലുമായി എൻഗേജ് ആവണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇമാം നവവി റഹിമഹുല്ല തൻ്റെ റുഊസുൽ മസാഇൽ പറഞ്ഞ 2 സുന്നത്തൊന്ന് പരിചയപ്പെടുത്തുക. അധികാളും നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത 2 സുന്നത്ത് എന്നാണ് മഹാനവറുകൾ അതിനെക്കുറിച്ച് പറയണത്. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്തുള്ള, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തുള്ള സുന്നത്താണ്. ഒന്ന്, അതെന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ചാവണം. കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ചായിരിക്കണം. അതെങ്ങനെ? ഇവിടെ എത്തുമ്പോൾ തക്ബീർ തീരണം എന്ന്. കാരണം
കൈ ഉയർത്തൽ ഇവിടെ തീർന്നു, ബാക്കി താഴ്ത്തല ഇവിടെ നമുക്ക് തീരണം. അതെങ്ങനെ? കൈ ഉയർത്തൽ ഇവിടുന്ന് നമ്മളെ താഴേന്നല്ലേ തുടങ്ങാം. അല്ലാഹു അക്ബർ ഇവിടുന്ന് തീരുക. കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ച്. കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ച്. ബാക്കി ഒന്നുമില്ല. ഇങ്ങനെ ഇതാ അല്ലാഹു അക്ബർ. ഇന്ന് മഗ്‌രിബിന് വരെ നമ്മൾ എങ്ങനെയായിരിക്കും ചൊല്ലിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അങ്ങനെയായിരിക്കും. നാളെ സുബീക്കും നമ്മൾ ചെല്ലാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ അല്ലാഹു അക്ബർ. പിന്നെ ചിന്തിക്കും, ചേട്ടാ ഇന്നലത്തെ കൈ ഇളക്കാനൊന്നും പറ്റില്ല, ളുഹൂർ മുതൽ തുടങ്ങിയാൽ മതി. അതാണ് ഒരു സുന്നത്ത്. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്ത് ഇല്ലാത്ത റക്അത്തുകളിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ്. അതൊന്നും അവിടെ ഇരുന്നിട്ട് വരിക. അധികം ആളും ആ സുന്നത്ത് എടുക്കാറില്ല എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിമാം എഴുതി വെക്കുക. അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആ സുന്നത്ത് എടുക്കണം. ഈ 2 സുന്നത്ത് ജീവിതത്തിൽ കൊണ്ട് നടക്കണം. റജബാണ്, എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കാനുള്ള മാസാണ്. ബയ്യിൽ സ്വഹീഫതക സൗദാ ഫീ റജബി ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കാനുള്ള മാസാണ് റജബ്. അള്ളാഹു ഖാജ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തേരുമാറാവട്ടെ.